റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. ബ്രിട്ടനിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ILRക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതാ കാലാവധി ഇരട്ടിയാക്കുന്ന നിർദ്ദേശം സർക്കാർ വ്യാഴാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള രാജ്യാന്തര കുടിയേറ്റക്കാർ ILR ലഭിക്കാൻ കൂടുതൽ കാലം കാത്തിരിക്കേണ്ടി വരും. നിലവിൽ 5 വർഷമാണ് കാലാവധി. പുതിയ നയപ്രകാരം കുറഞ്ഞ ശമ്പളമുള്ള ജോലിക്കാർ 15 വർഷം വരെയും നികുതിദായകരുടെ പണം കൊണ്ടുള്ള ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്നവർ 20 വർഷം വരെയും കാത്തിരിക്കണം. അതേസമയം NHS ഡോക്ടർമാർ, നഴ്സുമാർ, മുൻനിര മേഖലകളിലെ വിദഗ്ധർ, ഉയർന്ന വരുമാനക്കാർ, സംരംഭകർ എന്നിവർക്ക് 5 വർഷമോ അതിൽ കുറഞ്ഞ കാലാവധിയോ അപേക്ഷിക്കാവുന്ന ഫാസ്റ്റ് ട്രാക്ക് ILRഉം നിലവിൽ വരും. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഗവൺമെന്റ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. തെറ്റിദ്ധാരണയുണ്ടാക്കും വിധം തന്റെ പ്രസംഗം എഡിറ്റ് ചെയ്ത് പനോരമ എന്ന പരിപാടിയിൽ ഉൾപ്പെടുത്തിയ BBC-ക്കെതിരെ $500 കോടി വരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് കൊടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പ്രസംഗം എഡിറ്റ് ചെയ്തതിന് മാപ്പ് പറഞ്ഞെങ്കിലും നഷ്ടപരിഹാരം നൽകില്ലെന്ന് BBC വ്യക്തമാക്കിയ സാഹചര്യത്തിലാണിത്. $100 കോടി $500 കോടി ഇടയിലുള്ള തുക ആവശ്യപ്പെട്ട് ഞങ്ങൾ കേസ് കൊടുക്കും. മിക്കവാറും അടുത്ത ആഴ്ച അത് ചെയ്യേണ്ടതുണ്ട് എന്ന് താൻ കരുതുന്നതായും ട്രംപ് വാർത്താലേഖകരോട് പറഞ്ഞു. $100 കോടി ആവശ്യപ്പെട്ട് BBC-യുടെ പേരിൽ കേസ് കൊടുക്കുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നത്. BBC-യുടെ വാർഷിക വരുമാനത്തിന്റെ 13% വരും ഈ തുക. ബ്രിട്ടീഷുകാരിൽ നിന്ന് ലൈസൻസ് ഫീസായി വാങ്ങുന്ന തുകയാണ് BBC-യുടെ പ്രധാന ധനസ്രോതസ്. BBC ഉൾപ്പെട്ട പ്രശ്നം US-ഉം ബ്രിട്ടനും തമ്മിലുള്ള ബന്ധത്തിന് പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. വിഷയം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറോട് സംസാരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഈ വാരാന്ത്യത്തിൽ ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ പോവുകയാണ്. അദ്ദേഹം എന്നെയാണ് വിളിക്കേണ്ടത്. പക്ഷേ അദ്ദേഹത്തിന് വളരെ നാണക്കേടുണ്ട്, ട്രംപ് പറഞ്ഞു. BBC-യുടെ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുമ്പോഴും ട്രംപിനെതിരെ നിലപാടെടുക്കാൻ കൂട്ടാക്കിയിട്ടില്ല സ്റ്റാമർ. 2021 ജനുവരി 6 ക്യാപിറ്റോള കലാപത്തിന് മുമ്പ് ട്രംപ് നടത്തിയ പ്രസംഗമാണ് 2024 സംപ്രേഷണം ചെയ്ത പനോരമ പരിപാടിയിൽ BBC എഡിറ്റ് ചെയ്ത് ചേർത്തത്. ട്രംപ് നേരിട്ട് കലാപത്തിന് ആഹ്വാനം ചെയ്തെന്ന് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലായിരുന്നു എഡിറ്റിംഗ്. വിവാദം തലപൊക്കിയതോടെ BBC ഡയറക്ടർ ജനറലും ന്യൂസ് CEOയും രാജിവെച്ചിരുന്നു. ഡിസംബർ 6 ബാബറി മസ്ജിദ് ദിനത്തിൽ പശ്ചിമബംഗാളിൽ ബാബറി മസ്ജിദിന് തറക്കല്ലിടുമെന്ന് തൃണമൂൽ കോൺഗ്രസ് MLAയുടെ അവകാശവാദം വിവാദത്തിലായിരിക്കുകയാണ്. തൃണമൂൽ MLA ഹുമയൂൺ കബീറിന്റെ പരാമർശമാണ് വിവാദമായിരിക്കുന്നത്. MLA നൌഷാദ് സിദ്ദിഖിയെ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. രാഷ്ട്രീയ സെക്യുലർ മജ്ലിസ് പാർട്ടി MLA ആണ് സിദ്ദിഖി. ഡിസംബർ 6 ബെൽഡംഗയിൽ ബാബറി മസ്ജിദിന് തറക്കല്ലിടും. സിദ്ദിഖി ഒരു മതവിശ്വാസിയായതിനാൽ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. MLA എന്ന നിലയിലല്ല നമ്മൾ ഈ ചടങ്ങ് പങ്കെടുക്കുന്നത്, മറിച്ച് വിശ്വാസികളായ മുസ്ലിം എന്ന നിലയിലാണ് ഹുമയൂൺ കബീർ പറയുന്നു. എന്നാൽ സിദ്ദിഖി ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. 3 വർഷം കൊണ്ട് പള്ളി പണിയുമെന്ന് ഹുമയൂണിന്റെ അവകാശവാദം. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ മുസ്ലിം വോട്ടിനായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ നീക്കമാണിതെന്ന് BJP ആരോപിക്കുന്നു. ഡിസംബർ 6 തൃണമൂൽ കോൺഗ്രസ് മഹാറാലി സംഘടിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി മമതാ ബാനർജിയും ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയും ഉൾപ്പെടെ റാലിയിൽ പങ്കെടുക്കുമെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. ഗുജറാത്തിലും BLO ജീവനൊടുക്കി. ഛര കന്യ സർക്കാർ പ്രൈമറി സ്കൂൾ അധ്യാപകനും ദേവാലി സ്വദേശിയുമായ അരവിന്ദ് കുമാർ മുഞ്ചിബായി വധേറിയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. SIRലെ സമ്മർദ്ദം താങ്ങാനാവാതെ അരവിന്ദ് കുമാർ ജീവനൊടുക്കുകയായിരുന്നെന്ന് കുടുംബം ആരോപിക്കുന്നു. അരവിന്ദ് കുമാർ എഴുതിയ കുറിപ്പ് അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് വീട്ടുകാർ കണ്ടെത്തി. അതിൽ SIR ജോലികളിൽ നേരിടുന്ന മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി SIR ജോലികളിൽ ഞാൻ ക്ഷീണിതനും മാനസിക ബുദ്ധിമുട്ടിലുമാണ്. ഇങ്ങനെ ചെയ്യുകയല്ലാതെ മറ്റു വഴികളില്ല എന്നാണ് അരവിന്ദ് കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. സ്ഥലത്തുനിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയെന്ന് സബ് ഇൻസ്പെക്ടറും പറയുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി SIRലെ ജോലി സമ്മർദ്ദത്തെക്കുറിച്ച് രാജ്യം ചർച്ച ചെയ്യുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലും രാജസ്ഥാനിലുമുള്ള BLOമാർ ജീവനൊടുക്കിയിരുന്നു. പയ്യന്നൂർ മണ്ഡലം 13 ബൂത്തിലെ ഓഫീസറായിരുന്ന അനീഷ് ജോർജിനെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിലുള്ളവർ പള്ളിയിൽ പോയപ്പോഴാണ് സംഭവം. ജോലി സമ്മർദ്ദം മൂലം അനീഷ് ജീവനൊടുക്കുകയായിരുന്നെന്ന് ആദ്യം മുതൽ പുറത്തു വന്ന വിവരം. അതുപോലെ തന്നെ രാജസ്ഥാനിലെ സർക്കാർ സ്കൂൾ അധ്യാപകനായ മുകേഷ് ജംഗീദ് ആത്മഹത്യ ചെയ്തു. SIRന്റെ ഭാഗമായിട്ടുള്ള പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന് മുകേഷിന്റെ കുടുംബവും ആരോപിക്കുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിന് അനുമതി നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇതോടെ വിഴിഞ്ഞം തുറമുഖം വഴി വിദേശ ചരക്ക് കപ്പലുകളിൽ ക്രൂ ചേഞ്ച് ഉൾപ്പെടെ സാധ്യമാകും. വിദേശ ചരക്ക് കപ്പലുകളിൽ എത്തുന്ന നാവികർക്ക് ഇവിടെ ഇറങ്ങാമെന്നുള്ളതാണ് നേട്ടം. പ്രവർത്തന സജ്ജമായി 1 വർഷം പിന്നിട്ടെങ്കിലും ഇമിഗ്രേഷൻ അനുമതി ലഭിക്കാത്തതിനാൽ ചരക്ക് കപ്പലുകളിലെ നാവികർക്ക് വിഴിഞ്ഞം തുറമുഖം വഴി സംസ്ഥാനത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഭാവിയിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ ക്രൂയിസ് കപ്പലുകൾക്കും വിനോദസഞ്ചാരികൾക്കും എത്താം. 10ഓളം ജീവനക്കാരാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ ചുമതലയേൽക്കുക. ചരക്ക് കപ്പലിലെത്തുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഇമിഗ്രേഷൻ അനുമതി ലഭിക്കുന്നതിനാൽ അന്താരാഷ്ട്ര തലത്തിൽ വിഴിഞ്ഞത്തിന്റെ ബിസിനസ് സാധ്യതകൾ കൂടുതൽ മെച്ചപ്പെടും. ചരക്ക് നീക്കത്തിൽ ക്രൂ ചേഞ്ച് സൗകര്യം പ്രധാനപ്പെട്ടതാണ്. അന്താരാഷ്ട്ര കപ്പൽ ചാലിന്റെ തൊട്ടടുത്തുള്ള തുറമുഖം, അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സാമീപ്യം തുടങ്ങിയ സാധ്യതകൾ ക്രൂ ചേഞ്ചിനും സമുദ്ര മേഖലയിലെ വിനോദസഞ്ചാരത്തിനും കൂടുതൽ അവസരങ്ങൾ തുറക്കും. പോയ വാർത്തയെ കായിക വിശേഷങ്ങൾ. ടെസ്റ്റ് കളിക്കുന്ന 12 രാജ്യങ്ങൾക്കുമെതിരെ സെഞ്ചുറി നേടുന്ന ആദ്യ താരം ചരിത്ര നേട്ടം സ്വന്തമാക്കി വെസ്റ്റ് ഇൻഡീസിന്റെ ഷായ് ഹോപ്പ്. ബുധനാഴ്ച ന്യൂസിലൻഡിനെതിരെ നേപ്പിളിൽ നടന്ന 2ാം ഏകദിനത്തിൽ സെഞ്ചുറി നേടിയതോടെയാണ് ഹോപ്പ് ചരിത്ര നേട്ടത്തിലെത്തിയത്. 69 പന്തിൽ നിന്ന് 13 ഫോറും 4 സിക്സറും ഉൾപ്പെടെ 109 റൺസാണ് ഹോപ്പ് അടിച്ചെടുത്തത്. മുൻ ഇന്ത്യൻ താരവും പരിശീലകനുമായിരുന്ന രാഹുൽ ദ്രാവിഡിന്റെ നേട്ടമാണ് ഹോപ്പ് മറികടന്നത്. ടെസ്റ്റ് കളിക്കുന്ന 9 രാജ്യങ്ങൾക്കുമെതിരെ ദ്രാവിഡ് സെഞ്ചുറി നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലത്ത് 10 രാജ്യങ്ങൾക്ക് മാത്രമായിരുന്നു ടെസ്റ്റ് യോഗ്യത. ടെസ്റ്റ് കളിക്കുന്ന 10 രാജ്യങ്ങളിലെ മൈതാനത്തും ദ്രാവിഡ് സെഞ്ചുറി കണ്ടെത്തിയിട്ടുണ്ട്.
ദ്രാവിഡ് വിരമിച്ച ശേഷം അഫ്ഗാനിസ്ഥാനും അയർലൻഡിനും ടെസ്റ്റ് പദവി ലഭിച്ചിരുന്നു. ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കറും 9 ടെസ്റ്റ് രാജ്യങ്ങൾക്കെതിരെ സെഞ്ചുറി നേടിയിട്ടുണ്ട്. ഈ നേട്ടത്തോടെ വെസ്റ്റ് ഇൻഡീസിനായി ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ താരമെന്ന ബ്രയാൻ ലാറയുടെ നേട്ടത്തിനൊപ്പം ഹോപ്പിനും എത്താനായി. ഇരുവർക്കും 19 സെഞ്ചുറികൾ വീതമാണുള്ളത്. 21 സെഞ്ചുറികൾ നേടിയ ക്രിസ് ഗെയിലാണ് ഒന്നാമത്. ഫിഫ ലോകകപ്പിന് യോഗ്യത നേടുന്ന ചെറിയ രാജ്യമായി മാറി കുറാസോ. കോൺകക്കാഫ് യോഗ്യതാ റൗണ്ടിൽ ജമൈക്കെതിരെ ഗോൾരഹിത സമനില പാലിച്ചതോടെയാണ് കുറാസോ സ്ഥാനമുറപ്പിച്ചത്. യോഗ്യതാ റൗണ്ടിൽ പരാജയമറിയാതെ 12 പോയിന്റുമായി ഗ്രൂപ്പ് ബിയിൽ ഒന്നാമതെത്തുകയായിരുന്നു. USA, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന മേഖലയിൽ അവസാന യോഗ്യതാ റൗണ്ടിൽ പനാമയും ഹെയ്ത്തിയും യോഗ്യത ഉറപ്പിച്ചിട്ടുണ്ട്. കരീബിയൻ മേഖലയിൽ നിന്ന് സ്ഥിതി ചെയ്യുന്ന ചെറിയ ദ്വീപാണ് കുറാസോ. 1,56,000 ജനസംഖ്യ മാത്രമുള്ള രാജ്യത്തിന് 444 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് വിസ്തീർണം. 3.5 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള 2018 യോഗ്യത നേടിയ ഐസ്ലൻഡിന്റെ റെക്കോർഡാണ് കുറാസോ മറികടന്നത്. മുൻപ് നെതർലൻഡ്സ്, ദക്ഷിണ കൊറിയ, ബെൽജിയം, റഷ്യൻ ടീമുകളെ പരിശീലിപ്പിച്ച ഡിക് അഡ്വക്കേറ്റ് ആണ് കുറാസോയുടെയും പരിശീലകൻ. ഡിസംബർ 5 വാഷിംഗ്ടൺ DC-യിലെ കെന്നഡി സെന്ററിൽ നടക്കുന്ന നറുക്കെടുപ്പിൽ കുറാസോയുടെ എതിരാളികളെയും അറിയാൻ കഴിയും. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ് ഐനാടൻ.